ലാൽ സാറിൻ്റെ ഈ ഒരു ജോണറിൽ ഇങ്ങനെ ഒരു പരിപാടി കുറേ നാൾ കൂടിയിട്ടായിരിക്കും ഒരു പ്രിയ ലാൽ ഭാവങ്ങൾ എന്നൊക്കെ പറയുന്ന. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ആളാണ്. അവിടുന്ന് ഒരു വർഷം കൊണ്ട് പഠിച്ചതിൽ കൂടുതൽ ഇവിടെ 2 മാസം കൊണ്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓരോ സീൻ വരുന്നതിന് മുമ്പ് എൻ്റെ നെഞ്ചിരിക്കും. ആളുകൾ ചിരിക്കുന്നുണ്ടോ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഈ ചിരി വീഴുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമറുകൾ എഴുതിയതിലൊരു 95% വർക്കായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഈ സംഗീതിൻ്റെ ക്യാപ്റ്റൻ ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് എഴുതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ ചെന്ന് അവസാനിച്ച ഒരു പരിപാടിയായിരുന്നു. നേരെ അന്തിക്കൽ സാറിൻ്റെ അറിയാം. സാർ ഫസ്റ്റ് വെച്ചെന്ന് എനിക്ക് ഇനി നട്ടിപ്പെട്ട് മടങ്ങാൻ ധൈര്യമായെന്നായിരുന്നു ആദ്യം ചോദിക്കും. നമ്മൾ എഴുതിയ ഡയലോഗ്സ് ലാൽ സാറിനെ പോലെ വലിയൊരു ലെജൻഡ് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇമോഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഞങ്ങളൊക്കെ ആയിട്ട് ചെല്ലാവുന്നതിലും കൂടുതൽ സംഗീതം ലാൽ സാറുമായിട്ട് ചെല്ലായിരുന്നു. തലേന്ന് എന്തെങ്കിലും ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് രാവിലെ വരുമ്പോൾ സാർ ഓക്കെ അടിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. സാറ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കും. സാറിന് വേണ്ട സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇതിൽ ഹ്യൂമർ സീൻസിനെല്ലാം ക്ലാപ്പും ചിരിയും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഇമോഷണൽ സീന് ക്ലാപ്പ് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. ചില സീനുകൾ പറയുമ്പോൾ സാറ് പെർഫോം ചെയ്യും. ആ ഡയലോഗുകൾ പറയും, ചില ലുക്കുകൾ തരും. എനിക്കൊന്ന് ലോയി സാറിൻ്റെ സിനിമകളിൽ ഏറ്റവും നല്ല ഹ്യൂമർ വന്നിട്ടുള്ള സിനിമകൾ സത്യസാറിൻ്റെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. കുടുംബപുരാണാണെങ്കിലും വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫ്ലേവർ അവിടെ കാണാം. നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അപ്പുറത്ത് പോയി ജസ്റ്റിൻ പ്രഭാകരൻ്റെ ഒരു മ്യൂസിക്കൽ പരിപാടി അനുസത്തെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ കത്തിക്കുന്ന അതുപോലെ സാധനം ജസ്റ്റിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ റൈറ്ററായ സോനു ടി.പി ആണ് ഇന്ന് റിപ്പോർട്ടർ നമ്മോടൊപ്പം ഉള്ളത്. സോനു, വെൽക്കം. എന്തായാലും സിനിമ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുകയാണ്. പ്രേക്ഷകർ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് ആണ് പറയുന്നത്. ആദ്യമേ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഈ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓരോ സത്യനന്ദിക്കാട് സിനിമയ്ക്കും പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കും പ്രേക്ഷകരുടെ ഉള്ളിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ രഘുനാഥ് പലേരി, ശ്രീനിവാസൻ പോലുള്ള പ്രഗത്ഭരായ ഒരുപാട് റൈറ്റേഴ്സിനൊപ്പം അദ്ദേഹം ഗംഭീര സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ ഹൃദയപൂർവ്വം അനൗൺസ് ചെയ്യുന്ന സമയത്താണ് തിരക്കഥാ സംഭാഷണം സോനു ടി.പി എന്ന് പറയുന്ന പേര് പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതാരാണെന്ന് പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നൈറ്റ് കോൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതൊരു പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്ക്. നൈറ്റ് കോൾ എന്ന ഷോർട്ട് ഫിലിം വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ഷോർട്ട് ഫിലിമാണ്. സോനു ഈ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഒരു സിനിമയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? ഈ ഷോർട്ട് ഫിലിമിലൂടെ തന്നെയായിരുന്നു. സത്യൻ സാറ് ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ശ്രദ്ധിക്കുന്നതും. എന്നെ സാർ ആദ്യം വിളിക്കുന്നത് ഹൃദയപൂർവ്വത്തിൽ എഴുതാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് സാർ ആ വർക്ക് കണ്ടപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടിരുന്നു. സാർ എന്നെ വിളിക്കുന്നു. സാറ് വർക്കിനെ കുറിച്ചായിരുന്നു, നൈറ്റ് കോളിനെ കുറിച്ചായിരുന്നു അന്ന് സംസാരിച്ചത്. അതിനുശേഷം 1 വർഷത്തിന് ശേഷമായിരുന്നു സാറിന്. അപ്പോഴും ഞാൻ അതും പോയി സാറിനെ മീറ്റ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് സാറിനോട് മിണ്ടാൻ ആഗ്രഹമില്ലാണ്ടൊന്നുമല്ല, നമുക്ക് വെറുതെ സാറിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മെസ്സേജ് ഇടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ സാറ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആ നമ്പറിൽ നിന്നൊരു കോൾ വരുന്നു. ഞാൻ ഫോൺ എടുക്കുന്നു. സാറ് പറയുന്നു ഇതുപോലൊരു പരിപാടിയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കഥ രൂപമുണ്ടായിരുന്നു, ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു. അത് അഖിൽ സത്യൻ്റെ അഖിലേട്ടൻ്റെ. അപ്പം അവിടുന്നാണ് അതിൻ്റെ തുടക്കം. ഇതിലേക്ക് വിളിക്കുന്നത് സാർ ആദ്യം ഇത് പറയുകയാണ് ചെയ്തത് എന്നോട്. ഇതിൽ ഞാൻ എക്സൈറ്റഡ് ആകുന്നുണ്ടോ, എനിക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള ഒരിതായിരുന്നു സാർ ആദ്യം നോക്കിയത്. അപ്പം പിന്നീട് ഈ 1 ലൈൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത്തിരി ഹ്യൂമറിന് സാധ്യതയുള്ളൊരു പരിപാടിയാണെന്ന് തോന്നി. ഞാൻ ആദ്യം സാറിനോട് പറയുന്നതും കുറച്ച് ഹ്യൂമറസ് സിറ്റുവേഷൻസ് ആയിരുന്നു ഇത് വെച്ചിട്ട്. അപ്പോൾ തന്നെ സാറിന് മനസ്സിലായി ഞാനിതിൽ നിന്നാണ്. അത് സാറിനെ ഇമ്പ്രസ് ചെയ്യുകയും ചെയ്തു. സാറിൻ്റെ സിനിമകൾ അറിയാമായിരിക്കുമല്ലോ, എത്ര കട്ട സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിലും ഹ്യൂമറിലൂടെ പറയാന്നുള്ളതാണ്. അത് എത്ര ഡ്രാമയാണെങ്കിലും സാർ അത് തുടങ്ങുന്നത് ഹ്യൂമറിലൂടെ ആയിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും സാറിന് എന്നെ കൂടെ തോന്നിയത്. അപ്പോൾ ഈ നൈറ്റ് കോൾ ഒരു ത്രില്ലർ മൂഡിൽ സഞ്ചരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണല്ലോ. ഒരു ഡ്രാമ ത്രില്ലർ, ഒരു മിക്സ് ഓഫ് ജോണറാണ്. അപ്പോൾ ഈ ഹ്യൂമർ സോനുവിന് താല്പര്യമുള്ളൊരു ജോണർ തന്നെയായിരുന്നു. ഇതിലേക്ക് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഒരു നമ്മൾ ആദ്യം ഒരു ത്രില്ലർ സിനിമ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ഹ്യൂമറിലേക്ക് ഒരു ജമ്പ് കൊടുക്കുമ്പോൾ ഒരു ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മൊമെന്റിൽ? ഇല്ല, അങ്ങനെ നമ്മൾ സാറിനെ വിളിച്ചിട്ട് ഇത് ഇന്ന ജോണറാണെന്നോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ഇന്ന രീതി, ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുകയാണ്. ഞാനതിൽ ഹ്യൂമർ പറഞ്ഞപ്പോൾ സാറിനും ഇതേ സാർ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. സാറിൻ്റെ സിനിമകൾ അറിയായിരിക്കില്ല, അതിപ്പം ഇന്ന സിനിമ, ഈ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന ഒരു ഇത്. പക്ഷെ സത്യനന്ദിക്കാടിൻ്റെ മനസ്സിൽ ഒരിതുണ്ടായിരിക്കും, ഒരു വിഷൻ ഉണ്ടായിരിക്കും. സാറിൻ്റെ സിനിമകൾ ജോണർ ഇത് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ നൈറ്റ് കോള് ഒരു മിക്സഡ് ജോണറാണ്. അതിൽ ബിൻരാജ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു ഹ്യൂമറസ് പരിപാടിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ലൈഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വർക്കാൻ പോകുന്നു അതായിരുന്നെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിലെ ലാസ്റ്റ് ഇമോഷൻസും അതുപോലെ വന്നു. ആദ്യം ഞാൻ നൈറ്റ് കോളിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്ന കട്ട ഡാർക്ക് ഹ്യൂമറായിട്ടായിരുന്നു. പിന്നെ അത് ചിലപ്പോൾ പാളുപോകുന്ന പേടി വന്നപ്പോഴത്തേക്കാണ് അത് കുറച്ച് ഇമോഷണലായിട്ട്
കൺസീവ് ചെയ്യുന്നത്. അപ്പം പിന്നെ എനിക്ക് എഴുതാൻ കുറച്ചും കൂടെ അങ്ങനെ അറിയില്ല, എനിക്ക് സിനിമ ഇഷ്ടമാണ്, നമ്മൾ എഴുതി തുടങ്ങുവാണ്. പക്ഷെ ഇപ്പം ബോക്സ് മാത്രം താല്പര്യമില്ലെന്നല്ല, ഇപ്പോഴും എനിക്ക് അറിയില്ല അത് ഏതാണ് എൻ്റെ പരിപാടി എന്നോ ഒന്നും എനിക്കിപ്പോഴും ധാരണയില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ഒന്നും സിനിമയായിട്ടില്ലെങ്കിലും എഴുതി കൂട്ടി വെച്ച കുറേ സംഭവങ്ങളുണ്ട്, അതിലെല്ലാം ഹ്യൂമറിൻ്റെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് സത്യൻ സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉള്ള അതൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം നമ്മുടെ ഒരു അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞൊരു വൺ ലൈൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കണം, ഈ ഒരു ഗിവൺ ടേക്ക് ഉണ്ടായിരിക്കണമല്ലോ. അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു പുതിയ റൈറ്ററുമായിട്ട് അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു കോമ്പിനേഷൻ? നിങ്ങളുടെ ഒരു ഗിവൺ ടേക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ആളാണ്, രേവതികലാമന്ദ ട്രിവാൻഡ്രം. അവിടുന്ന് ഒരു വർഷം കൊണ്ട് പഠിച്ചതിൽ കൂടുതൽ ആ സ്ക്രീൻ റൈറ്റിംഗ് ഫിലിം ഡയറക്ഷൻ ആയിരുന്നു. ഒരു വർഷം കൊണ്ട് പഠിച്ചതിൽ കൂടുതൽ ഇവിടെ 2 മാസം കൊണ്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുക. അതിലേക്ക് ഒരുപാട് ഇത് പ്രാക്ടിക്കൽ പരിപാടിയാണല്ലോ. അപ്പം സാറിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാന്ന് പറയുന്നത്, സാറ് നമ്മളെ ഭയങ്കര കംഫർട്ടാക്കും. അതേസമയം സാറിനെ ഇമ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഇതാണ്. പക്ഷേ സാറ് നമുക്ക് പ്രഷർ തരുമോ, അതെന്തായി അങ്ങനെ ചോദിക്കൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു സീന് സാറിൻ്റെ പരിപാടി എന്ന് പറയുമ്പം സീക്വൻസുകളാണ്, അതായത് അടുത്ത സീനിനെ പറ്റിയാണ് സാർ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പം കഥ ഒരു ട്രാക്ക് വെച്ചിട്ട് ഒരു ബലം പിടിച്ചിട്ട് അവിടേക്ക് ചെന്ന് എത്തിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയൊന്നും സാറിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാറിന് നെക്സ്റ്റ് സീനിനെ പറ്റിയാണ് ഇരിക്കുന്നത്. അപ്പം ചില സീനുകൾ ഞാൻ പറയുമ്പം എനിക്ക് ചില സാറ് തന്നെ പറയും. അപ്പം അത് അടുത്ത സീനെന്നുള്ളത് എന്നെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഇതാണ്. ഇപ്പം രാവിലെ വരുമ്പോൾ സാറ് രാവിലെ വൈകുന്നേരം എൻ്റെ ഇടയിലും തലേന്ന് എന്തെങ്കിലും ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് രാവിലെ വരുമ്പോൾ സാർ ഓക്കെ അടിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ അടിച്ചില്ലെന്ന് പറഞ്ഞ് സാറൊന്നും പറയുന്നില്ല. പക്ഷെ അത് സാറിന് അത് ഭയങ്കര പാടാണ് സാറിനെ ഇംപ്രസ് ചെയ്യാന്നുള്ളത്. പക്ഷേ അത് ഭയങ്കര രസകരമായ ഒരു പ്രോസസ്സാണ്. നമുക്കൊരു ചിന്ത ഉണ്ടാവില്ല അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം. ആ, തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചപ്പം മോഹൻലാൽ എന്ന് പറയുന്ന വലിയൊരു ലാൽ സാറിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ഇതേ വരുന്നില്ല. സത്യൻ സാർ എന്ന് പറയുന്നു അത് ഇവിടെ ഓക്കെയാണ്. അപ്പോൾ അത് സത്യൻ സാർ പറയുന്നുണ്ട്, ഇവിടെ എന്നെ നീ ഇത് ഇഷ്ടപ്പെടുത്തുക ഇതുള്ള കാര്യം. ഇപ്പൊ ലാൽ സാറിന് അതുപോലെ വിശ്വാസമുള്ളൊരു ഡയറക്ടറാണ്. ഇത് ലാൽ സാറിന്റെ കഥ പറഞ്ഞ് ഡേറ്റ് മേടിക്കുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. അടുത്ത പടം നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോകുന്നത്. അതായത് ഞാൻ സത്യ സാറിനെ കാണാൻ വരുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു, പറഞ്ഞിരുന്നു പ്രോജക്റ്റാന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ഓരോ സീനും ഓരോ ചലഞ്ചായിരുന്നു. അത് സാർ ഓക്കെ അടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതൊരു തിയേറ്ററിൽ എത്തി, ഇന്നത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു, ഇപ്പോൾ ഉള്ളൊരു മൊമെന്റ് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ ഈ ചലഞ്ചസ് എല്ലാം മറികടന്ന് തിയേറ്ററിൽ പ്രേക്ഷകർ ഇത് സ്വീകരിക്കുന്നു, ഈ ഒരു മൊമെന്റിനെ എങ്ങനെ കാണുന്നു? ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. ഞാൻ അവിടുന്ന് തിയേറ്ററിൽ പടം ഇതുവരെ കണ്ടില്ല. ഞാൻ കൊച്ചിയിലായിരുന്നു. കുറച്ച് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഇന്ന് കാണാനുള്ള ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ സാറിനോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ കവിതയിലായിരുന്നു ആദ്യത്തെ ഷോ കാണുന്നത്. അത് ഭയങ്കര തലയൊന്നും ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പം രാവിലെ തിയേറ്ററിൽ വരുന്നു. ലൈഫിലെ ഏറ്റവും സന്തോഷം കിട്ടിയ മൊമെന്റ്സ് ഒന്നാണ്. കാര്യം നമ്മൾ ഈ ഹ്യൂമർ ആണ് ഇതിന് ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് പോകണം. അതിപ്പം നമുക്കറിയാലോ എവിടെയൊക്കെയാണ് നമ്മൾ കൗണ്ടറുകൾ, എവിടെയൊക്കെയാണ് നമ്മളിത് സ്റ്റേജ് ചെയ്തിട്ടുള്ളതെന്ന്. ഓരോ സീൻ വരുന്നതിന് മുമ്പ് എൻ്റെ നെഞ്ചിരിക്കും. ആളുകൾ ചിരിക്കുന്നുണ്ടോ ഇതുപോലെ വെയിറ്റ് ചെയ്ത് അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഈ ചിരി വീഴുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമറുകൾ എഴുതിയതിലൊരു 95% വർക്കായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പം ആ ചിരി ഭയങ്കര സന്തോഷമായിരുന്നു. അത് വെറും ചിരി ആയിരുന്നില്ല, പൊട്ടിച്ചിരിയായിരുന്നു. ആ ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ നല്ല രീതി സംഭവം കത്തിക്കയറിയിരുന്നു. അത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സത്യസാറിൻ്റെ അടുത്ത് നേരെ അന്തിക്കാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. പടത്തിന് ഫുള്ള് പോസിറ്റീവ് ആയിരുന്നു. ലാൽ സാറിൻ്റെ ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്നോ എല്ലായിടത്തു നിന്നും കോൾ വന്നു. എന്നെ അറിയാത്തവർ പോലും ഒരുപാട് പേര് എൻ്റെ നമ്പർ എടുത്ത് വിളിക്കുന്നു. അപ്പം നേരെ അന്തിക്കാട്ട് സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സാർ ഫസ്റ്റ് വെച്ചത് എനിക്ക് ഇനി നട്ടിപ്പെട്ട് പടം കാണാൻ ധൈര്യമായെന്നായിരുന്നു ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തിരക്കഥ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സത്യനന്ദിക്കാട് നമ്മൾ പറയില്ല, സത്യനന്ദിക്കാട് ജോണർ ഓഫ് ഒരു റൈറ്റിംഗും ഉണ്ട്. അതേസമയം ഒരു ഇന്നത്തെ ഒരു പുതുതലമുറയെ യങ്ങർ ജനറേഷൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കൃത്യമായിട്ടുള്ള റൈറ്റിംഗും ഉണ്ട്. ഇതിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഈ പറയുന്ന പോലെ നമ്മൾ രണ്ട് ജനറേഷനെയും, എല്ലാ ജനറേഷനെയും അല്ലെങ്കിൽ എല്ലാത്തരം ഓഡിയൻസിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന ഒരു തരം ഒരു ചിന്ത ആദ്യമേ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് സത്യസാറിൻ്റെ കൂടെ പുതിയൊരാൾ വരുന്നതിൻ്റെ ഇത്. പക്ഷെങ്കിൽ അതിലും ഉപരി സാറിൻ്റെ സിനിമകൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ. അത് ഏത് റൈറ്ററുടെ കൂടെ സാർ വർക്ക് ചെയ്യുമ്പോഴും സാറിൻ്റെ സിനിമയ്ക്കൊരു സിഗ്നേച്ചർ പരിപാടിയുണ്ട്. അത് ലോയി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ എനിക്കൊന്ന് ലോയി സാറിൻ്റെ സിനിമകളിൽ ഏറ്റവും നല്ല ഹ്യൂമർ വന്നിട്ടുള്ള സിനിമകൾ സത്യസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. കുടുംബപുരാണാണെങ്കിലും വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണെങ്കിലും സസ്നേഹം, ഇതൊക്കെ അതിലും ഹ്യൂമർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്ലേവർ അവിടെ കാണാം. രഘുനാഥ് സാറാണെങ്കിലും ഹ്യൂമറിൻ്റെ സത്യൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസ് അത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അത് സാറ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കും. സാറിന് വേണ്ട സാധനങ്ങൾ
കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് അതിലെല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉള്ളത്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ സാറിന് ഒരു കടുംപിടുത്തം അങ്ങനെയുള്ള ഒരാളല്ല. നമ്മളുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മൾ പറയുന്നത് കേൾക്കും. ഇവിടെ ഇപ്പം ഞാനുണ്ട്, സാറിൻ്റെ 2 മക്കളുണ്ട്, അഖിൽ സത്യം, അനൂപ് സത്യം, 2 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡയറക്ടേഴ്സാണ്. ഞങ്ങൾ 3 പേരും നിങ്ങൾ പറഞ്ഞ പോലെ ചെറുപ്പക്കാരാണ്. അപ്പം പക്ഷെ ഞങ്ങൾ പറയുന്നത് സാറ് അംഗീകരിക്കും. പക്ഷെ എല്ലാം ഒന്നും കേൾക്കൂ എടുക്കുകയൊന്നുമില്ല. സാറിനൊരു കൺവിൻഷൻ ഉണ്ട്. അതിനപ്പുറത്ത് സാറൊരു കാര്യം തീരുമാനിച്ചു, എനിക്കിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അത് ഇത് വേണമെന്ന് തന്നെ ഉള്ളതാണ്. അത് പലപ്പോഴും സാറിൻ്റെ ഇത് ആയിരുന്നു ശരിയെന്ന് ഞങ്ങൾക്ക് തന്നെ പിന്നീട് ഞങ്ങൾക്ക് 3 പേർക്കും മനസ്സിലായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതായിരുന്നു ഒരിത് ഈ യുവാക്കളുടെ ഒരു ബ്ലെൻഡ് വന്നതിൻ്റെ കാരണം അതിനാണ്. സാറിനും അത്യാവശ്യമായിരുന്നു. കാര്യം സാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നിങ്ങളെ കൂട്ടിയത് ആ ഒരു ഇതിനു വേണ്ടിയാണ്. കാര്യം സാറിൻ്റെ ക്രൂ കംപ്ലീറ്റ്ലി മാറിയൊരു സിനിമാറ്റോഗ്രാഫി മാറി, മ്യൂസിക് മാറി, പിന്നെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടായി. മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദ്വയാർത്ഥ പദമോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഡബിൾ മീനിങ് ജോക്കുകൾ അത്തരത്തിലൊന്നും വരാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം കൂടെ നമുക്കുണ്ടല്ലോ. കാരണം ഇതൊരു സത്യനന്ദിക്കാട് സിനിമയാണ്. സത്യനന്ദിക്കാട് സിനിമയ്ക്ക് ഒരു കോർ ഓഡിയൻസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഇവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നൊരു ബോധ്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു കോഷ്യസും കൂടെ ആയിരിക്കുമല്ലോ നമ്മൾ റൈറ്റിങ്ങിൽ വരുമ്പോൾ. എഴുത്തിലേക്ക് വരുമ്പം അങ്ങനെ ഒരു ഇത് ബോധപൂർവം ഞാനോ അല്ലെങ്കിൽ ഇത് ഇനി സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ആയിട്ട് വർക്ക് ചെയ്താണെന്നത്, ഞാൻ അങ്ങനെ ഒരു റൈറ്റിങ്ങിലേക്ക് ഒരു കൗണ്ടറുകളിലേക്ക് ഒന്നും പോയിട്ടില്ല ഒരിക്കലും. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയിട്ടേ ഇല്ലെന്നാണ് എൻ്റെ ഇത്. സാറിൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ടുള്ള ബോധമുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ സാറ് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ഇപ്പം ഇത് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തൊരു ഫഹദ് ഫസൽ സീനുണ്ട്, ഒരു ആമ്പലാപ്പിളുമായിട്ട് ഒരു ബസ് സീനൊക്കെ ഉണ്ട്. അപ്പം അത് ഫണ്ണാണ്. അത് അദ്ദേഹത്തിന്റെ രീതിയിൽ അത് ആക്കിയിട്ടുണ്ട്. അപ്പം അതുപോലത്തെ സാറ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു സാറിന്റെ പരിപാടി അറിയായിരിക്കില്ല, ഒരു ഫാമിലി ഓഡിയൻസ് ഉണ്ട്, അത് സാറിന്റെ മനസ്സിൽ എന്താണെങ്കിലും കാണും. ഇപ്പോൾ ലാലേട്ടൻ സിനിമയാണ് അൾട്ടിമേറ്റ്ലി. ഇപ്പോൾ നേരത്തെ സോനു പറഞ്ഞു ലാലേട്ടൻ ആദ്യമേ ഇന്നായിരുന്നു ഈ കഥയിൽ, അദ്ദേഹം ഓൾറെഡി വന്നിരുന്നു, മനസ്സിൽ അദ്ദേഹമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മൾ കഥ പറയും പോകുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് അതെല്ലാം മനസ്സിൽ ഇങ്ങനെ വെക്കൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം ഈ പറയുന്ന സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്, പല ഡയറക്ടേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. ലാലേട്ടനോട് കഥ പറഞ്ഞ ആ ഒരു മൊമെൻ്റ് അതെങ്ങനെയായിരുന്നു? ഇവിടെ എനിക്ക് ആ സംശയങ്ങളിൽ നിന്നുള്ള ഇത് വരുന്നില്ല. കാര്യം മുമ്പിൽ നിൽക്കുന്ന സത്യൻ സാർ, അവിടെ ലാൽ സാറിന് ഡൗട്ട് എനിക്ക് ഒരു 2.5 മണിക്കൂർ നറേഷൻ ആയിരുന്നു കൊടുത്തത്. അത് സത്യൻ സാറാണ് നറേറ്റ് ചെയ്യുന്നത്. ഇടയ്ക്ക് ചില സീനുകളാണ്, ലെങ്തി സീനുകൾ പറയുമ്പോൾ സാറ് സോനു അത് പറയും. അപ്പം ഡയലോഗ് കൂടുതലുള്ള സീനുകൾ അങ്ങനെ ഞാൻ നറേറ്റ് ചെയ്തിരുന്നു, ഒരു 4-5 സീന് ഫുൾ നറേഷനിൽ. ഒരിക്കൽ പോലും സത്യൻ സാറിൻ്റെ അടുത്ത് ലാൽ സാർ ഡൗട്ട് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ലാൽ സാർ എൻജോയ് ചെയ്യുമായിരുന്നു, ചിരിക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് ചില സീനുകൾ പറയുമ്പോൾ സാറ് പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ വോയിസ് മാത്രം, മോഡുലേഷൻസ്, ആ ഡയലോഗുകൾ പറയും, ചില ലുക്കുകൾ തരും. അപ്പം അത് നമുക്ക് ഭയങ്കര ലൈവായിട്ട് കാണുവാണ്. അത് ഭയങ്കര ഞാനൊരു ലാൽ സാർ ഫാനും കൂടെ ആയതുകൊണ്ട് അത് എല്ലാത്തൊരു മൊമെൻ്റാണ്. ഇപ്പോൾ സോനുവിൻ്റെ FB DP നോക്കിയാലും ലാലേട്ടനൊപ്പം ഉള്ളൊരു ചിത്രമാണ്. എനിക്കൊന്ന് സെറ്റിലുള്ള ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചിത്രമാണ്. ഈ സെറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ? ഇപ്പം പറഞ്ഞു ഈ കഥ പറയാൻ നേരത്തെ അദ്ദേഹം വോയിസ് മോഡുലേഷൻ ചെയ്യുന്നത്, ഈ സെറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ലൈവ് പെർഫോമൻസ് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതിയ ഡയലോഗ്സ് ലാൽ സാറിനെ പോലെ വലിയൊരു ലെജൻഡ് പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു ഇമോഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇപ്പം ചില സീനുകൾ ലാൽ സാർ സെറ്റ് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട്, ഞാൻ സിനിമാറ്റോഗ്രാഫർ അനുചരൻ ഞങ്ങളെല്ലാം എക്സൈറ്റഡ് മാറി സംസാരിക്കാറുണ്ട്. എന്തൊരു ഇതാണെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടിയായിരുന്നു അത് സ്ക്രീനിൽ കണ്ടപ്പോൾ. അത് ഫസ്റ്റ് ടീസർ കട്ട് കണ്ടപ്പോഴത്തേക്ക് അനൂപ് സത്യനായിരുന്നു, അനൂപേട്ടനായിരുന്നു ടീസർ എഡിറ്റ് ചെയ്ത്. അപ്പോൾ അനൂപേട്ടൻ അത് എനിക്ക് ആദ്യം അയച്ചു തന്നിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി, ഈ റിയാക്ഷൻസൊക്കെ എപ്പോഴും ഇട്ടു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ലാൽ സാറ് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് ലാൽ സാറിൻ്റെ ഈ ഒരു ജോണറിൽ ഇങ്ങനെ ഒരു പരിപാടി കുറേ നാൾ കൂടിയിട്ടായിരിക്കും, ഒരു പ്രിയ ലാൽ ഭാവങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരിത് എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പം ഞാൻ രണ്ടാമത് പോയി ഞാൻ പിന്നെയും കണ്ടിരുന്നു. ആദ്യമായി ടെൻഷനായിരുന്നു, രണ്ടാമത് പോയി കൂളായിട്ട് വെറും ഒരു ഓഡിയനായിട്ട് കണ്ടിരുന്നു, സമാധാനത്തോടെ കണ്ടിരുന്നു. അപ്പം ഞാൻ ശരിക്കും ലാൽ സാറിനെ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ എഴുതിയാന്നുള്ള സാധനമൊക്കെ ഞാനതിന് ആസ്വദിക്കായിരുന്നു. എനിക്ക് വീണ്ടും കാണുന്നത് ലാൽ സാറിൻ്റെ ഒരു കെട്ട സാധനമായതുകൊണ്ടായിരിക്കും ഒരുപാട് നാൾ കൂടിയാണ് ആ ചാമും ഫൺ ഇങ്ങനെ ഹ്യൂമർ ചെയ്യുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ലാൽ സാർ കുറേ നാൾ കൂടിയായിരിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇത് സിംഗ് സൗണ്ടും കൂടെ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ടിലും കൂടെ ഉള്ള ഒരു ലൈവ് പെർഫോമൻസും കൂടെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളൊരു ഇതുണ്ടല്ലോ.
ഇപ്പോൾ മോഹൻലാലിനെ പോലൊരു ആക്ടറിനെ കൈ കിട്ടുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാനുള്ള ഒരു തരം സീനുകൾ നമ്മൾ ഒരുക്കുമല്ലോ. ഇപ്പം ഹ്യൂമർ മാത്രമല്ല, അദ്ദേഹം നമ്മുടെ എഴുത്തിൽ അദ്ദേഹം പെർഫോം ചെയ്ത് കാണാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ള 2 സീനുകളെ പറ്റി നമുക്ക് സ്പോയിലർ ഇല്ലാതെ ചോദിക്കാം. ആ കഫേ സീനാണ്. ഇപ്പോൾ മാളവികയായിട്ടുള്ള ലാലേട്ടൻ്റെ കഫേ സീൻ, ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ടുള്ള അദ്ദേഹം ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന് പറയുന്നുള്ള സീക്വൻസ് ഒരു ലെങ്തി സീക്വൻസ് ആണ്. അദ്ദേഹം ഒരു ലോങ് മോണോലോഗ് പറയുന്നു. ഇതിൽ അദ്ദേഹത്തിന് ഭാവം മാറുന്നുണ്ട്, ശബ്ദം മാറുന്നുണ്ട്, പല ഇമോഷൻസിലൂടെ ആ സീന് കടന്നു പോകുന്നുണ്ട്. സന്തോഷത്തിൽ തുടങ്ങി പിന്നെ ഒരു വിഷമം, പിന്നെ വീണ്ടും തിരികെ സന്തോഷം. ആ ഒരു സീനിന്റെ അതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? സോനു ഉണ്ടായിരുന്നു ആ ഒരു അത് സത്യത്തിൽ അത് പൂനെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. ആ പൂനെ ഷെഡ്യൂളിൽ മാത്രമാണ് ഞാൻ ഇല്ലാതിരുന്നത്. ആ 2 ഇമോഷണൽ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ സെറ്റ് ഇല്ലായിരുന്നു. എനിക്ക് വലിയ നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് തിയേറ്ററിൽ കണ്ടപ്പം, ഫസ്റ്റ് കട്ട് കണ്ടപ്പം തന്നെ ഞാൻ ആദ്യം ആശീർവാദിൻ്റെ ഓഫീസിൽ വെച്ചായിരുന്നു എഡിറ്റ് നടന്നിരുന്നത്. ആദ്യം ഫസ്റ്റ് കട്ട് നടന്നിരുന്നത് രാജഗോപാൽ സാർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറ് ഫസ്റ്റ് കട്ട് ആയപ്പോഴത്തേക്ക് വിളിച്ചിരുന്നു. ഞാനപ്പോൾ ജസ്റ്റ് പോയി സാറിനെ കാണിച്ച ഒരു സീൻ, അത് അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സീനായിരുന്നു. ഇതിൽ ഹ്യൂമർ സീൻസിനെല്ലാം ക്ലാപ്പും ചിരിയും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഒരു ഇമോഷണൽ സീന് ക്ലാപ്പ് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. പക്ഷേങ്കിൽ ഈ സീക്വൻസിന് ഭയങ്കര കൈഡ് ഉണ്ടായിരുന്നു. അതിൽ സത്യൻ സാറിൻ്റെ ഒരു ഇൻപുട്ട് എടുത്ത് പറയണം. സത്യത്തിൽ ഈ പർട്ടിക്കുലർ സീന് ഞാൻ എഴുതുമ്പോൾ അതിൻ്റെ ഒരു 70% ഫുള്ള് ഫണ്ണാണ്. എൻ്റെ ആദ്യത്തെ ഇതിനെപ്പറ്റി പറയുന്ന ഒരു സംഭവങ്ങളും അതുമാത്രമല്ല സീരിയസ് ഉള്ളതാണ്. അപ്പം അവിടെ ഇമോഷണൽ ആക്കുന്നത് സത്യൻ സാറാണ്. അവിടെ ഒരു ഹ്യൂമറിൻ്റെ വേറൊരു സീക്വൻസും കൂടെയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അത് സത്യൻ സാർ പറഞ്ഞ് അവിടെ ഒരു ഇമോഷണൽ സാധനം വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് ചെയ്തെടുത്ത ഒരു സീൻ. അത് സത്യൻ സാറിന് എനിക്ക് അതിലൊരു ഹ്യൂമർ സീൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഇത് മാറി. അതുകൊണ്ടാണ് സാർ എന്നെ ഈ സീൻ പ്രത്യേകം എടുത്തിട്ട് കാണിച്ചത്. കണ്ടോ ഞാൻ പറഞ്ഞ തന്നെ എന്നുള്ളൊരു, അത് സത്യൻ സാറിൻ്റെ ഒരു വിഷൻ ആൻഡ് കൺവിഷൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ആദ്യം കണ്ടിട്ട് ഞാൻ സാറിനെ വിളിക്കുമ്പോഴും നേരിട്ട് പോയി കണ്ടപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ആ സീനെ പറ്റിയായിരുന്നു. സാറ് പറഞ്ഞതാണ് കാര്യം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സീനുള്ള സ്കോപ്പ് ഇല്ല. ഈ സന്ദീപിൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേറൊരു സീക്വൻസ് വരുന്നില്ല. അപ്പം അത് സാറിൻ്റെ കോള് തന്നെയായിരുന്നു കറക്റ്റ് എന്നുള്ളൊരു തിരിച്ചറിവും കോളായിരുന്നു. ഇപ്പോൾ അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള സീക്വൻസ് ആണ് ഈ പ്രീ ഇൻ്റർവെൽ സീക്വൻസ്. ഇത് തിയേറ്ററിൽ ഒരുപാട്, നേരത്തെ സോനു പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ ഒരുപാട് ചിരി ഉണർത്തുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. ഇതിൻ്റെ ഒരു സ്റ്റേജിങ്ങും ഇതിൻ്റെ റൈറ്റിങ്ങും ഭയങ്കര രസമാണ്. അത് എഴുത്തിൽ മാത്രമല്ല, അത് ആ സ്റ്റേജ് ചെയ്തിരിക്കുന്ന വിധവും ഭയങ്കര ഗംഭീരമായിട്ട് എഴുതിക്കുക. അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? അതിലേക്ക് വരുമ്പോഴത്തേക്ക് ആ പ്രീ ഇൻ്റർവെൽ സീക്വൻസിന് മുമ്പ് ഇൻ്റർവെല്ലിലേക്ക് നയിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതപ്പം വരുന്ന ഒരു ട്രാക്കാണ്, കഥയിൽ നിന്ന് ഇച്ചിരി മാറിയിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഞാൻ ആ സാറിനെടുത്ത് വന്നിട്ട് ഇതിൻ്റെ വൺലൈൻ ഞാൻ കേട്ടിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവങ്ങൾ സാറിന് അത്ര വർക്കായിട്ടില്ലായിരുന്നു. ആദ്യം കഥ കേട്ടപ്പോൾ എൻ്റെ റിയാക്ഷൻസ് ഞാൻ കൊടുത്തവർ ഇതും സാറിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഞാൻ വീട്ടിൽ പോയിട്ട് കൊച്ചി വന്നിട്ട് പിന്നെ ഒരു പറഞ്ഞ ആദ്യത്തെ ഇത് വർക്കായില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് നടക്കുമെന്നുള്ള എന്നെ സാറ് കൂട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ സീക്വൻസ് ഈ ഇൻ്റർവെല്ലിലേക്ക് നയിക്കുന്നതിന് മുമ്പുള്ള ഇതാണ് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് ഭയങ്കരമായിട്ട് ചിരിച്ചു. സാർ ഈ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാമെന്ന് ഉള്ള സാധനം ഞാൻ പറഞ്ഞു. അത് സാറിന് ഭയങ്കരമായിട്ട് ചിരിച്ചു. അതിലാണ് സാറ് ഓക്കെ നീ വാ, നമുക്ക് ഇത് ഇമ്പ്രസ് ചെയ്തൊരു മൊമെൻ്റ് ഇതായിരുന്നു. നമുക്ക് കുറച്ച് ദിവസം ഇരുന്ന് നോക്കാം, ഡ്രസ്സ് എടുത്ത് 2-4 ദിവസം ഡ്രസ്സൊക്കെ എടുത്ത് വരാൻ പറയുന്ന അതിന് കാരണമായ ഒരു സീനായിരുന്നു അത്. അത് എഴുതുമ്പോൾ തന്നെ അറിയായിരുന്നു ഈ സാധനം അടിക്കുക എന്നുള്ള സാധനം അറിയായിരുന്നു. ഇതിനൊരു ഒരു തിയേറ്റർ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? കവിത എന്ന് പറയുമ്പോൾ ഫാൻസ് അത് ഭയങ്കരമായിരുന്നു. അതിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതിൻ്റെ അപ്പുറത്ത് പോയി ജസ്റ്റിൻ പ്രഭാകരൻ്റെ ഒരു മ്യൂസിക്കൽ പരിപാടി. അപ്പം ഞാൻ മ്യൂസിക് വന്നതിന് ശേഷമുള്ള കട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നതാണ്. എനിക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്നുള്ള ഇതിൽ. അപ്പം അനൂപ് സത്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇൻ്റർവ്യൂവിൽ കത്തിക്കസോനും അതുപോലെ സാധനം ജസ്റ്റിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് വർക്കായിരുന്നു. അപ്പോൾ ഇതിൽ എഴുത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനൊരു കൃത്യമായിട്ടുള്ള ആർക്കുണ്ട്. തുടക്കം ഞാൻ പൊന്നുപോയാൽ നോക്കിക്കോളാം എന്ന് പറയുന്ന തൊട്ട് അവസാനം വരെ അതൊരു കൃത്യമായ ഒരു സർക്കിൾ, ഒരു ആർക്ക് ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സാധാരണ സിനിമകളിൽ ഒരു നായകൻ്റെ ഒപ്പം നടക്കുന്ന ഹ്യൂമറിന് വേണ്ടി മാത്രം നടക്കുന്നൊരു കഥാപാത്രമല്ല ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസിൽ പോലും സംഗീതിൻ്റെ ക്യാരക്ടർ അവിടെ പ്രസൻ്റ് ആണ്. ആ ക്യാരക്ടറിലേക്ക് ഫോക്കസ് പോകുന്നുണ്ട്, ആ ക്യാരക്ടറിന് ഡയലോഗ് വരുന്നുണ്ട്. ഈ ലാലേട്ടൻ്റെ ക്യാരക്ടറിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടറിനോടൊപ്പം തന്നെ ഈ സംഗീതിൻ്റെ ആർക്ക് ഇത് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഈ സംഗീതിൻ്റെ ക്യാരക്ടർ ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് എഴുതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ ചെന്ന് അവസാനിച്ച
ഒരു പരിപാടിയായിരുന്നു. സംഗീതിൻ്റെ എങ്ങനെയായിരിക്കണം സംഗീതിൻ്റെ ക്യാരക്ടർ കൺക്ലൂഡ് ചെയ്യുന്നതിനുള്ളത് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഡ്രാഫ്റ്റിലേക്ക് വരുമ്പോൾ മാറിയിട്ടുണ്ട്. അത് എഴുതി വന്നപ്പോഴാണ് ആ ക്യാരക്ടർ സ്വാഭാവികമായിട്ട് അങ്ങനെ മാറുന്നത്. ലാൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്ന് ഒരിതുണ്ടായിരുന്നു. അതിലെഴുത്തിലിപ്പം സംഗീതിൻ്റെ ഇടയ്ക്കുള്ള ഫോൺ വിളികളിലൊക്കെ കുറച്ചൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ആദ്യം ഒരു സീൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സീൻ വരുമ്പോഴത്തേക്കൊരു കൊറിയോഗ്രാഫി ഉണ്ടല്ലോ, അതിനുവേണ്ടിയുള്ളൊരു ഫോൺ കോൾ ആയിരുന്നു. പക്ഷേ അത് എനിക്ക് ഞെട്ടിപ്പോയി. ഒരാൾ ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി വളരെ വാചാലനായിട്ട് ഭയങ്കര ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണാത്തൊരു മാനം അതിന് വന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ്. അത് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമ്മൾ പോലും അറിയാതെ ഡെവലപ്പായി, നമ്മൾ പോലും അറിയാതെ ഇതായ ഒരു ക്യാരക്ടറാണ്. ഇവരുടെ കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീര കെമിസ്ട്രിയാണ്. അത് സത്യൻ സാറ് തന്നെ പറഞ്ഞത് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയെ ഓർപ്പിക്കുന്ന രീതിയിലാണ്. ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഇത് കാണുമ്പോഴും ഇവരുടെ കോമ്പിനേഷൻ ഭയങ്കര കയ്യടിയും ചിരികളും വരുന്നു. സെറ്റിൽ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ഈ പറഞ്ഞ ഇതൊരു ക്രാക്ക് ചെയ്ത് എടുക്കുന്നത്, ഇവർ രണ്ടുപേരും ഇതിനെ ഈ ഒരു ഹ്യൂമറൊക്കെ ക്രാക്ക് ചെയ്ത് എടുക്കുന്നതൊക്കെ സ്വന്തം നേരിട്ട് കണ്ടിരുന്നത്? കണ്ടിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഈ പൂനെ ഷെഡ്യൂൾ വെച്ച് ഉണ്ടായിരുന്നു. അതിൽ ഈ ഭയങ്കരമായിട്ട്, അതായത് ഇവർ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി അപാരമാണ്. അതായത് ലാൽ സാർ ഫുൾ ടൈം സംഗീതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ ഞങ്ങളൊക്കെ ആയിട്ട് ജെല്ലാവുന്നതിലും കൂടുതൽ സംഗീതം ലാൽ സാറുമായിട്ട് ജെല്ലായിരുന്നു. അത് ഷോട്ടിൻ്റെ സമയത്തല്ല, ഷോട്ട് കഴിയുമ്പോഴത്തേക്കാണെങ്കിലും ഈ ലാൽ സാറിൻ്റെ ഈ സംഗീതിനെ ഈ സംസാരവും കാര്യങ്ങളും കളിയാക്കുക അങ്ങനത്തെ ഉള്ള പ്രോസസ്സൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിരുന്നു. കൗണ്ടർ അടി അതൊക്കെ ലാൽ സാർ സംഗീതം തമ്മിൽ ഒരു ഓഫ് സ്ക്രീനിൽ ഒരു വല്ലാത്തൊരു കെമിസ്ട്രി ഫോം ചെയ്യുന്നത് ഞങ്ങളെല്ലാം കണ്ടിരുന്നു. അത് സത്യത്തിൽ സ്ക്രീനിലും ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തു എന്ന് പറയാം. സംഗീതത്തിന് ഒരു 1-2 ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സംഗീതത്തിന് വയ്യായിരുന്നു, ഇപ്പോൾ ലാൽ സാറ് കയറിയത്. അന്നൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവനാകെ ടയർഡായിരുന്നു. ഇപ്പോൾ ലാൽ സാർ ആണ് ഒക്കെ ഇന്നിനി മതിയാക്കാന്നൊക്കെ സംഗീതൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഒരു 10 ഇരട്ടി അപ്പുറത്തേക്ക് പോയെന്ന് പറയാം. സംഗീതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എന്താ പറയുക, ഒരു നമ്മൾ ആ പ്രേമലു കണ്ടിട്ട് തന്നെയാണ് സംഗീതനെ കാസ്റ്റ് ചെയ്യണത്. ആ ഒരു പരിപാടി കിട്ടി. സത്യനന്ദിക്കാട് സിനിമകളിൽ ഡയലോഗുകൾ എപ്പോഴും ഭയങ്കര ഹാർഡ് ഹീറ്റിംഗ് ആയിരിക്കും. നമുക്ക് എപ്പോഴും കൊള്ളുന്ന ഒരു ഡയലോഗ്. ഇപ്പോൾ മനസ്സിനക്കരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ എൻ്റെ അപ്പനെ കൂടുതൽ മനസ്സിലാക്കുന്നതൊക്കെ ജയറാമേട്ടൻ പറയുന്നൊരു മൊമെൻ്റൊക്കെ നമ്മൾ ഇന്ന് ഓർത്തിരിക്കും. ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലാണെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കഫേ സീനിലൊക്കെ അദ്ദേഹം പറയുന്ന ഡയലോഗുകൾ, ഈ കാച്ചിക്കുറുക്കിയ ഡയലോഗുകൾ എന്ന് പറയുന്നത് ആ എഴുത്തിൽ ഭയങ്കര ഒരു രസമാണ്. ഈ തിരക്കഥ എഴുതുന്നു, അതിനോടൊപ്പം തന്നെ ഈ ഡയലോഗിനൊരു ഒഴുക്ക് കൊടുക്കണമല്ലോ. ഡയലോഗ് എങ്ങനെയായിരുന്നു? നമുക്ക് ഈ സെറ്റിൽ ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതോ പക്ക ഒരു ഡ്രാഫ്റ്റ് ഫോളോ ചെയ്തു? ഒരു ഡ്രാഫ്റ്റ് തന്നെ ഫോളോ ചെയ്യുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് വന്നെങ്കിലോ ഉള്ളൂ. അതും ഈ പറയുന്നുള്ള സാറിൻ്റെ സിനിമകളിലെല്ലാം ഹാർഡ് ഗേറ്റിംഗ് ആയിട്ടുള്ള ഡയലോഗുകളുണ്ട്. അതിൽ സാറിൻ്റെ ഇൻപുട്ടുകളുണ്ട്, ഇൻക്ലൂഡിങ് എന്നെ കൊണ്ട് പറഞ്ഞ് എഴുതിപ്പിക്കുന്നില്ല, സാറ് തന്നെ ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ കഫേ സീനിൽ അടക്കം സാറിൻ്റെ ഒരു ഇതുണ്ട്. ആ സീൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാറാണ് പറഞ്ഞത് അവിടെ ഇമോഷൻ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡയലോഗ് കയറ്റിയതും സാറ് തന്നെയാണ്. അത് സാറിൻ്റെ സിനിമകളിൽ സാറിന് മസ്റ്റായിട്ട് ആളുകൾക്ക് കൊടുക്കണമെന്ന് സാറിന് വാശിയുള്ള സംഭവങ്ങളാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് വർക്കുമാണ്. അത് ഹൃദയപൂർവ്വത്തെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പോയിലറില്ല പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു സീൻ ഏതായിരിക്കും? ഭയങ്കരമായിട്ട് ക്രാക്ക് ചെയ്ത് നോക്കുക, ഇത് ഒരുപാട് ടൈം എടുത്തതില്ല, ഇമോഷൻ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹ്യൂമർ ക്രാക്ക് ചെയ്യാൻ അത്തരത്തിലൊരു ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നിസാര സീനാണ്. അടുത്ത സീൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ചലഞ്ചിങ്ങാണ്, സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് ദിവസം എടുത്തൊരു ഇതിലൊരു ലൊക്കേഷൻ ഷിഫ്റ്റ് വരുന്നുണ്ട്. അവിടെ ഇവരെ ലാൻഡ് ചെയ്തതിന് ശേഷമുള്ളൊരു സീക്വൻസ്, അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു 2-3 ദിവസം ഇതിനൊരു കണക്ഷൻ എങ്ങനെ കൊണ്ടുവരും. അവിടെ വന്നതിന് ശേഷം അവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നതിന് മുമ്പുള്ളൊരു പരിപാടി, അതെങ്ങനെ ആ ഒരു സീൻ അത് കാണുമ്പോൾ ആളുകൾക്ക് നിസ്സാരമായിട്ട്, പക്ഷെ ആ സീൻ ഭയങ്കരമായിട്ട് തിയേറ്റർ വർക്കായതാണ്. സംഗീതത്തിൻ്റെ ഒരു അടിപൊളി കൗണ്ടറൊക്കെ വന്നിട്ടുള്ളൊരു സീനാണ്. ആ ഒരു പർട്ടിക്കുലർ സാറിന് അതിനു മുമ്പ് ഞാൻ കുറേ സംഭവങ്ങൾ പറഞ്ഞിരുന്നു, എങ്ങനെ ഈ ക്യാരക്ടറിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ സംഭവങ്ങൾ പറഞ്ഞിരുന്നു. അതൊന്നും അഖിലേട്ടന് വരെ ഓക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ അതും സാറിന് ഓക്കെ അല്ലായിരുന്നു. സാറ് പിന്നെയും എന്നോട് റീവർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വർക്ക് ചെയ്ത് ഒരു ദിവസം രാത്രി എനിക്കൊരു സംഭവം കിട്ടി. അത് പിറ്റേന്ന് രാവിലെ പറഞ്ഞിട്ട് തന്നെ സാർ ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം അത് എഴുത്തിയപ്പോഴും അടിപൊളിയായിരുന്നു, അതിൽ ഹ്യൂമറും ഉണ്ട്, എന്നാൽ നല്ല ഇമോഷനും ഉണ്ട്, എല്ലാം ബ്ലെൻഡായ ഒരു സീക്വൻസ് ആയിരുന്നു. അത് കാണുമ്പോൾ അത് ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ അതിനുവേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സീനാണ് എനിക്ക് അത് തിയേറ്ററിൽ കണ്ടപ്പോഴും ഭയങ്കര രസമായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ സാർ ഓക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഇനി ഹൃദയപൂർവ്വം ഹിറ്റായി എന്താണ് അടുത്തൊരു വർക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എഴുത്തും ഡയറക്ഷനിലേക്ക് ഉള്ളൊരു പ്ലാൻ ഉണ്ടോ? എന്താണ്
ഇപ്പം അതിനെക്കുറിച്ചൊന്നും എൻ്റെ മൈൻഡിലില്ല. കുറേ കോളുകൾ വരുന്നുണ്ട്. ഏതാണെന്ന് വെച്ചാൽ അത് ഇതിന് ഹൃദയപൂർവ്വത്തിന് മുമ്പ് ഞാൻ എഴുതിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് അതായിരിക്കാം അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഹൃദയപൂർവ്വം വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കോടി ക്ലബ്ബുകളിലേക്കൊക്കെ കയറട്ടെ. ഇനിയും നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും സോനുവിന് എഴുതാൻ പറ്റട്ടെ. താങ്ക് യു.